Watch India's largest kids library only on Jio Hotstar. Download the app now. കൊരങ്ങ നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. നീ കഴിച്ചതൊക്കെ മതി, കുറച്ച് ജോലിയും നോക്കിയാലെന്താ? ഓക്കെ അല്ലേ മങ്കി കുട്ട? ഞാൻ നിനക്ക് ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞു തന്നോ അതൊക്കെ അതേപോലെ ചെയ്യണം. നിനക്ക് മനസ്സിലായില്ലേ? When Chingam is here, John, അവിടെ നിൽക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതമാണ് സത്യം. അവിടെ നിൽക്കാൻ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. മോട്ടു പത്ലോ, വേഗം വന്നേ. ജോൺ ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. ഓക്കേ ചിങ്കം സർ. അത് കണ്ടില്ലേ, ആ മങ്കി പോസ്റ്റിൽ പെട്ടെന്നാ തോന്നുന്നത്. അവന് വല്ല ഷോക്ക് അടിച്ചാലോ? ആദ്യം അവനെ രക്ഷിക്കട്ടെ ഞാൻ. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇതൊരു ഷോക്ക് അടിച്ചിട്ടുണ്ടാകുമെന്നാ തോന്നുന്നത്. കണ്ടില്ലേ, അത് ബോധം കെട്ടിയിരിക്കുക. കണ്ടില്ലേ, അത് മാത്രമല്ല, അതിന് നിന്റെ മടിയിൽ കിടന്നുറങ്ങാൻ വളരെ ഇഷ്ടമായി. ചെയ്യാനാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ അതിനെ നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഡോക്ടർ ജട്ക, നിങ്ങൾ ഇതിനെ നോക്കിക്കോളൂ. ഞങ്ങൾ ചിങ്കം സാറിനെ പോയി കാണാം. വരൂ. എന്റെ പത്ലു, ഇവൻ അതിന് എന്നെ വിട്ട് പോകും തോന്നില്ലല്ലോ. ഡോക്ടർ ജട്ക, ആദ്യം നിങ്ങൾ ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് ചിങ്കം സാറിന്റെ അടുത്തേക്ക് പോവാംന്നേ. ശരിയല്ലേ? മോട്ടുപത്ലു, നിങ്ങൾ എന്താ ഇതുവരെ എത്താത്തത്? ജോൺ നിങ്ങളുടെ വീട് വഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവനെ വിടരുത്. ചിങ്കം സാർ, ഞങ്ങൾ ജോണിനെ പിടിച്ചോളാന്നേ. പക്ഷെ ഇപ്പോ കുരങ്ങന്മാരെ രക്ഷിച്ചല്ലേ പറ്റൂ. എന്ത് കുരങ്ങനെ രക്ഷിക്കണമെന്നോ? എന്ത് കുരങ്ങൻ? എവിടുന്നപ്പോ കുരങ്ങ വന്നത്? കുരങ്ങൻ മോനെ, നമ്മുടെ ജോലി സക്സസ് ആയി. നീ അവിടെ എസ്കേപ്പ് ആയി നമ്മുടെ ഏരിയയിലേക്ക് വാ. ഇതെന്തൊരു വൃത്തികെട്ട മനസാക്ഷിയില്ലാത്ത കുരങ്ങാന്ന് കണ്ടില്ലേ? അതേ മോട്ടു, നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? അതിനറിയില്ല, സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു ജീവിയല്ലേ. അതിന് കറണ്ട് അടിച്ചല്ലേ, അത് കാരണം അതിൽ പേടിച്ചു പോയി. പിന്നെ പെട്ടെന്ന് നമ്മളെ എല്ലാരും കണ്ടപ്പോ പിന്നെയും പേടിച്ചു. ആരെങ്കിലും ഒന്ന് പിടിക്കണേ, കള്ളൻ. എന്റെ അമ്മോ, എന്ത് വീണ്ടും മോഷണം നടന്നോ? എപ്പോ നോക്കിയാലും മോഷണം നടക്കാണല്ലോ. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. മോട്ടു വേഗം വന്നേ. പത്രു താനും വേഗം വന്നേ. ആ ജോൺ ബാങ്കിൽ നിന്ന് പണം മോഷിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. വേഗം വരൂ. ഇത് ആ കുരങ്ങൻ തന്നെയാണ്. നമുക്കിവനെ രക്ഷിച്ചേ പറ്റൂ. വീണ്ടും പരിക്കേറ്റത് കണ്ടില്ലേ? എന്റെ ദൈവങ്ങളെ, ഈ കുരങ്ങനെ ആദ്യമേ പരിക്ക് പറ്റിയതാണല്ലോ. അതിന്റെ കൂടെ വീണ്ടും എന്തിനാ ഇവനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്റെ അമ്മോ മോട്ടുപത്രു, നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ജോലി തീർന്നു. പത്ലു, എനിക്ക് തോന്നുന്നത് ഈ കുരങ്ങനെ നമ്മളെ മനസ്സിലായിട്ടില്ലെന്നാണ്. ഞാൻ പറഞ്ഞിരുന്നതല്ലേ, അത് മനുഷ്യനായാലും മൃഗമായാലും അതെന്നും നമുക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ. ഹലോ മങ്കി. ചങ്കേന്റെ ബ്രോ, അതിന്റെ ഫീലിങ്സിനെ നീ ശ്രദ്ധിച്ചോ? അത് സാധാരണയായ കുരങ്ങല്ല, മോശമായ കുരങ്ങനാണ്. കണ്ടില്ലേ, നിന്റെ കൂടെ കളിക്കുന്ന കാരണം ഇപ്പോൾ ഞങ്ങളും കുടുങ്ങി. ഇപ്പോൾ ഞങ്ങളും അതിന്റെ കയ്യിൽ തല്ലുപിടിച്ചു. എന്റെ അമ്മോ മോട്ടുപത്ലു, ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ചിരുന്നു, എന്നിട്ട് നിങ്ങൾ രണ്ടാളും തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ലല്ലോ. ഓരോ തവണയും ആ കുരങ്ങന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇതൊന്ന് ഒഴിഞ്ഞു മാറി. നീ എന്റെ പേര് കാത്ത്
സൂക്ഷിച്ചടാ. നീ എന്റെ ട്രെയിനിങ് അതേപോലെ തന്നെ ചെയ്തു. നീ ഇതേപോലെ മോട്ടു പത്രുവിനെ ബിസി ആയിട്ട് വെച്ചോ. ഞാൻ ഈ നഗരത്തിലെ എല്ലാം കട്ടെടുക്കാം. അതിനുശേഷം നിന്റെ വയർ നിറയുന്ന അത്ര ഞാൻ വാഴപ്പഴം തരാം. വാഴപ്പഴം എന്താ, നിനക്ക് വേണ്ടി ഞാൻ വാഴത്തൊടി തന്നെ തരാം. നമ്പർ 1, നമ്പർ 2, ഇതുവരെ നമ്മൾ സമ്പാദിച്ചത് എത്ര പൈസ ഉണ്ടാകുമെന്ന് നോക്കി പറയടാ. ബോസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് 10 കോടി സമ്പാദിച്ചു കഴിഞ്ഞു ബോസ്. ഇത് 10 കോടിയോ? എനിക്ക് ബാസ് എനിക്ക് എല്ലാം ഈ കുരങ്ങ് കാരണമാണ് സംഭവിച്ചത്. ഇവന് പോയിട്ട് ഒരു വാഴക്കൊല കൊണ്ടുവാടാ, വേഗം കൊണ്ടുവാ. പിന്നെ സ്നേഹത്തോടെ ഊട്ടി വിടടാ. ഇതെന്താ ഇത്ര ആർത്തി കൂട്ടി തിന്നുന്നത്? ശരി, കഴിക്ക്. ഇതിനു ശേഷം നമുക്ക് ജഗ്മാർക്ക് ജ്വല്ലറി കൊള്ളയടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തയ്യാറായിരിക്കുക. ജഗ്മാർക്ക് ചേട്ടാ, ശബ്ദമിടല്ലേ. ഞാൻ കൊള്ളയടിക്കുന്നത് വരെ ഒന്നും മിണ്ടാതിരിക്കുക. ദേഷ്യപ്പെടല്ലേ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതും എടുത്തോളാം. ബൈ ബൈ ബൈ. എന്നെ മോട്ടിച്ചോണ്ട് പോയി കളഞ്ഞു. ചിങ്കം ചേട്ടാ, ജോൺ എന്റെ കട മുഴുവൻ മോട്ടിച്ചോണ്ട് പോയി കളഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇത്തവണ ഞാൻ ആ കുരങ്ങനെ എന്തായാലും പിടിച്ചിരിക്കും. ആ എന്ത്? അതായത് ഞാൻ പറഞ്ഞു വന്നത് ആ ജോണിനെ പിടിക്കാൻ പോവാണെന്ന്. മോട്ടു, വേഗം പറഞ്ഞേ. നിന്റെ അടുത്ത് ഇപ്പൊ വല്ല കുരങ്ങിൽ നിൽപ്പുണ്ടോ? എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ്. ഇല്ല സാറേ, ചിങ്കം സാറേ ഇല്ല. എന്നാ പിന്നെ വേഗം കൊണ്ട് വന്നേ. നമുക്ക് ആ ജോണിനെ കൈയോടെ പിടിക്കണം. അവൻ വീണ്ടും രക്ഷപ്പെട്ട് കളഞ്ഞു. ആ ഇത് കണ്ടില്ലേ, ഈ കുരങ്ങൻ നമ്മളോട് താങ്ക്സ് പറയാന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇവൻ ഈ കാർഡും കൊണ്ട് നമ്മളടുത്തേക്ക് വന്നത്. ഈ കുരങ്ങിനെ കാണുമ്പോ എനിക്ക് ഇതിനെ ആരോ ട്രെയിൻ ചെയ്തതുപോലെ തോന്നുന്നു. ഇനി സർക്കസിലെ കുരങ്ങനോ മറ്റോ ആണോ? മങ്കി കൂട്ടുകാരാ, നിനക്ക് സംസാരിക്കാനും പറ്റുമല്ലേ? അതെ, കുറച്ച് പൊളിച്ചേ. കൊള്ളാലോ 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 കൊള്ളാലോ. എന്നാ പിന്നെ ഞാൻ നിന്നെ കൊണ്ടുപോയി കുറെ സമൂസ വാങ്ങിച്ചു തരാം. ചായക്കട ചേട്ടാ, എന്റെ പുതിയ കൂട്ടുകാരനായി മങ്കിക്ക് കുറെ സമൂസ കൊടുത്തേ. ഇതിനും സംസാരിക്കാൻ പറ്റും കേട്ടോ. എന്ത് വെടുത്തരമായി പറയണ? കൊരങ്ങൻ സഹസ്രനാമം പറയുന്നോ? കൊരങ്ങൻ എങ്ങനെ അങ്ങനെ സംസാരിക്കാൻ പറ്റും? ഓ അയ്യോ, ആഹാ, അയ്യോ, എന്തായി ചെയ്യണേ? ഓട്ടോ പത്തലോ, ഇതിനെ ഒന്ന് നിർത്തിക്കേ. ഞാൻ ഇനി ഒന്നും പറയില്ല, സത്യമായിട്ടും. Stop in the name of law. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. മോട്ടുപത്ലു, ജോൺ ഈ വഴിക്ക് രക്ഷപ്പെട്ടത് കണ്ടില്ലേ? നിങ്ങൾ ഇവിടെ സമോസയും ചായയും കഴിച്ചോണ്ടിരിക്കുകയാണ്. ചിങ്കം സാർ, മീറ്റ് ദ മങ്കി. മങ്കി, ഇതാണ് നമ്മുടെ ചിങ്കം സാർ. ഹലോ പറയൂ. എന്റെ അമ്മോ, ഒരു കുരങ്ങൻ എങ്ങനെ സംസാരിക്കും? ഇതൊരു മൃഗമല്ലേ? മൃഗത്തിനെ കൊണ്ട് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ജോലി കഴിഞ്ഞടാ കുട്ടാ. കം ബാക്ക് സൂൺ. ശരി, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കവളൊന്ന് മുന്നോട്ട് കാണിച്ചേ. അവള് കാണിക്കണമെന്നോ? പത്തുലു, എനിക്ക് തോന്നുന്നത് ഇവൻ നമുക്കൊക്കെ ഉമ്മ തരാൻ പോവന്നാട്ടോ. തന്നോ കൂട്ടുകാരാ. ഈ കുരങ്ങൊരു സാധാരണ കുരങ്ങാവാനുള്ള സാധ്യതയില്ല. കാരണം ഇത് നമ്മളെ കാണുന്ന അതേ സമയത്താണ് ജോൺ എവിടുന്നെങ്കിലും ഒരു മോഷണം നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്, ഈ രണ്ടുപേർക്കിടയിലും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അതിനെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ. എന്നാലേ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് മനസ്സിലാവൂ. മനസ്സിലായോ? നമ്മൾ കുറെ കോടികൾക്ക് സ്വന്തക്കാരാവാൻ പോവുകയാണ്. ഇതിനുശേഷം ജോൺ കോടീശ്വരനാടാ. ഈ ജോൺ ഒരു പാവം കുരങ്ങനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. മാന്ത്രിക വിദ്യയിലൂടെ ആ കുരങ്ങനെ മയക്കിയിട്ടുണ്ടാവണം. ഇനി ഞാൻ ആ ജോണിനെ വെറുതെ വിടില്ല. പക്ഷെ എന്താ ചെയ്യാ? പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കുന്നേ. ഐഡിയ. ഇത് നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട്. എത്ര വലിയ വലിയ കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഗുഡ് ഗുഡ് ഗുഡ്. നമ്പർ 1, നമ്പർ 2, നമ്മളുടെ ആ കുട്ടിക്കുരങ്ങൻ രക്ഷപ്പെട്ടു പോയാൽ എന്താ? ഇപ്പൊ ഈ വിറ്റകൾക്ക് വാഴപ്പഴം കൊടുക്ക്. അതിനുശേഷം നമ്മുടെ ജോലിയൊക്കെ പറഞ്ഞു കൊടുക്ക്. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാം. ആദ്യം ഞാൻ മോഷണം നടത്തും. അത് കഴിഞ്ഞ് നീ പോയി ആ ഇലക്ട്രിക് വയറിൽ തൂങ്ങിക്കിടക്കണം.
അതിനുശേഷം നിങ്ങളെല്ലാവരും റോഡിന്റെ നാനാവശത്തും പോയി കിടക്കണം. ബോസ് ഇവർക്ക് എല്ലാ കാര്യവും അറിയാം. പക്ഷെ ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അതായത് അവര് മോഷ്ടിക്കത്രേ, നിങ്ങൾ തൂങ്ങിക്കിടക്കണമെന്ന്. പക്ഷെ ഇതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാന്ന് പറ. മോട്ടുവിന്റെയോ പഞ്ചപാണ്ഡവരുടെ കൂട്ടം ഇവിടെയും ഇപ്പൊ 5 പേരുണ്ടല്ലോ. നിങ്ങളൊക്കെ ആരാ? നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ജോൺ. നീ മങ്കിയായി മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം ജോൺ. എന്നെ വിട്ടേക്ക്. വേണ്ട. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. എന്നെ ആരെങ്കിലും എണീപ്പിച്ചു വിട്. ചിങ്കം സാർ വേണ്ട. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട് പ്ലീസ്. എന്നെ എപ്പോഴും രക്ഷിക്കുന്നത് നിങ്ങളല്ലേ? പ്ലീസ്. Watch India's largest kids library only on Geo Hotstar. Download the app now.